ഈ പറയുന്ന ഇൻസിഡന്റും ബാലേട്ടൻ സിനിമയായിട്ട് ഒരു പക്ഷെ നിങ്ങൾക്ക് ചാൻസ് നിങ്ങൾക്കൊരു സാമ്യം തോന്നാൻ സാധ്യതയുണ്ട്. കാരണം ഞാനിത് ഐ felt this കാരണം ആ സാറിന്റെ എക്സ്പ്ലനേഷൻ ദിസ് പെർട്ടിക്കുലർ ഫെലോ ഹു ഹാസ് ടേക്കൺ ദിസ് യൂണിറ്റ് ഫ്രം മീ ആക്ച്വലി ജയശങ്കർ ഇത് ഞാൻ ഇവർക്ക് വേണ്ടി ചെയ്തു കൊടുത്തില്ലെങ്കിൽ എന്താ ഞാൻ എൻ്റെ പെങ്ങളെ വഴിയിൽ ഇട്ടിട്ട് പോകുന്ന പോലെ ഇരിക്കും എന്നും പറയാണ് സാറ. ലൈക്ക് ദാറ്റ്സ് ഹൗ വി ക്ലോസ് ദാറ്റ് സേ അങ്ങനെ തന്നെ പറയണം. കാരണം ഈ കഥ സത്യം പറഞ്ഞ നമ്മുടെ ഒരു വിസിറ്റിൽ, ഒരു ദുബായ് വിസിറ്റിൽ വെച്ചിട്ട് നടക്കുന്ന ഒരു ഇൻസിഡന്റാ. ഒരു ഇതുപോലെ ഒരു എൻക്വയറി നമ്മൾ ദുബായിൽ ഇതുപോലെ ഒരു വിസിറ്റ് പ്ലാൻ ചെയ്ത് നമ്മൾ വരുന്നു എന്ന് അറിയിക്കുന്നു. നമ്മുടെ ലൈക്ക് ടീം ഈസ് ഗോയിങ് ടു ബി ദെയർ in Dubai എന്നുള്ള അനൗൺസ്മെന്റും കാര്യങ്ങളും. സോ യു ക്യാൻ സപ്പോസ് യു ക്യാൻ കോൾ ഓർ യു ക്യാൻ ബി ഇൻ ടച്ച് വിത്ത് ദ സെയിൽസ് പീപ്പിൾ ദെയർ. എത്ര ദിവസത്തേക്ക് കാണുന്നൊക്കെ പറഞ്ഞ അനൗൺസ്മെന്റ് ഒക്കെ പോകുന്നു, പ്രൊമോഷൻസ് പോകുന്നു. അങ്ങനെ വരുന്നതിൽ ഒരു ദിവസം ഒരു കോള് വരികയാണ്. ഐ ജസ്റ്റ് വാണ്ടഡ് ടു നോ അബൌട്ട് യുവർ അപ്പാർട്ട്മെന്റ്സ് ഇൻ സോ ആൻഡ് സോ ഏരിയ. നിങ്ങൾക്ക് ഇന്ന ഏരിയയിൽ ഒരു പ്രോജക്റ്റ് അനൗൺസ് ചെയ്തിട്ടുണ്ടല്ലോ, അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് അറിയണം. അത് ജസ്റ്റ് ഒന്ന് വെൻ ക്യാൻ ബി മീറ്റ്. നമ്മൾ പറയുന്നു സ്വാഭാവികമായിട്ടും. കാരണം ഒരു വി ജസ്റ്റ് ഒരു ഫ്രീലാൻസിങ് സോർട്ട് ഓഫ് വർക്ക് നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാൽ ചെയ്യുന്നത് വിൽ ബി അവൈലബിൾ എനി ടൈം. നമ്മളങ്ങനെ ഒരു ഓഫീസിൽ പോയിട്ട് റൗണ്ട് ദ ക്ലോക്ക് വർക്കൊന്നും ആയിരിക്കത്തില്ല. വിൽ ബി മൂവിങ് അറൌണ്ട് ഇൻ ഡിഫറെന്റ് പാർട്സ് അക്രോസ് എൻറ്റയർ UAE മൂവ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ചോദിച്ചു വാട്ട് ഈസ് ദ ബെസ്റ്റ് ടൈം വി കുഡ് മീറ്റ് യു. അപ്പം ആള് പറഞ്ഞു ഓക്കെ ജയശങ്കർ വി ക്യാൻ ഡു വൺ തിങ്, വി ക്യാൻ ഈസ് ഇറ്റ് ഓക്കെ ഫോർ യു ഇച്ചിരി ലേറ്റ് ആയിട്ട് മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രയാസമുണ്ടോ എന്ന് ചോദിക്കുന്നു. ഈ സെഡ് ഓക്കെ ഫൈൻ, ലൈക്ക് മൈസെൽഫ് ആൻഡ് മൈ കൊളീഗ് വാസ് ദെയർ. വി സെഡ് ഇറ്റ്സ് ഓക്കെ സർ, വി ക്യാൻ ട്രാവൽ എനി ടൈം. കാരണം ഞങ്ങൾക്ക് അങ്ങനെയുള്ള ഇഷ്യൂസ് ഒന്നുമില്ല. ദെൻ വി വിൽ മീറ്റ് ഇൻ സോ ആൻഡ് സോ ഒരു റെസ്റ്റോറൻറ്റ് പറഞ്ഞു. നമ്മളവിടെ ചെല്ലുന്നു. പറയുന്ന ഒരു 10 മിനിറ്റ് ഒക്കെ വൈകിട്ട് ആള് വരുന്നു. We started talking and we started asking questions about this particular unit. പക്ഷേ സംസാരിച്ചു വന്നു കഴിഞ്ഞപ്പം ആൾക്ക് ഇതിന്റെ പ്രൈസിങ് സൈഡ് അങ്ങോട്ട് മാച്ച് ആവുന്നില്ല. കാരണം കുറച്ചൊരു പ്രീമിയം സെക്ടറിൽ വരുന്ന ഒരു പ്രോജക്റ്റ് ഇത്. ആൻഡ് നോട്ട് ദിസ് പെർട്ടിക്കുലർ ക്ലയന്റ്, ദിസ് പെർട്ടിക്കുലർ കസ്റ്റമർ വാസ് നോട്ട് ഫുള്ളി ഓപ്പണിംഗ് അപ്പ്. പുള്ളിയുടെ ഒരു എന്താ പറയണ്ടേ, ഫ്രം ഹിസ് അപ്പിയറൻസ് ആൻഡ് ദ വേ ഹി കെയിം ആൻഡ് ഓൾ വി തോട്ട് ദാറ്റ് വാസ് എൻ ഈസി സെയിൽ. ആൻഡ് ആളുടെ പ്രൊഫൈൽ കേട്ടപ്പോഴും വലിയ കുഴപ്പമില്ല. ബട്ട് ഹി വാസ് നോട്ട് കൺവിൻസ്ഡ് വിത്ത് ദ ബഡ്ജറ്റ്. അപ്പം ഞങ്ങള് ഓക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ആള് ചോദിച്ച പ്രോജക്റ്റ്, ആള് ചോദിച്ച ലൊക്കേഷനിൽ നമുക്കന്ന് വേറെ പ്രോജക്റ്റ് ഇല്ല. സോ വാട്ട് ഹാപ്പൻഡ് വാസ് ദാറ്റ് ആ ഡിസ്കഷൻ അങ്ങനെ കഴിഞ്ഞു. നത്തിങ് പ്രൊഡക്റ്റീവ് ഹാപ്പൻഡ്. സോ ഒരു റാൻഡം ഫോളോ അപ്പ് കോളിന്റെ ഭാഗമായിട്ട് one of the following days we just called him again. So we just called him, and as he was more concerned about the budget, ഞാൻ ആളുടെ ചോദിച്ചു, so is it okay for you, there is a project coming up, it's just about to announce, but not in that particular location you asked me. നിങ്ങൾ ചോദിച്ച ലൊക്കേഷനിലല്ല, ബട്ട് ആക്സസിബിൾ ആയിട്ടുള്ള ഒരു ലൊക്കേഷനാണ്. ബട്ട് ദ ബഡ്ജറ്റ് വിൽ മാച്ച് ആൻഡ് വിൽ ബി ഗെറ്റിംഗ് ഗുഡ് പേയ്മെന്റ് സ്ട്രക്ചേഴ്സ് ഓൾസോ. നല്ല പേയ്മെന്റ് പ്ലാൻസ് ഞാൻ എടുത്തു തരാം. കാരണം പ്രോജക്റ്റ് അപ്കമിങ് അല്ലെങ്കിൽ ജസ്റ്റ് അനൗൺസ് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. സോഫ്റ്റ് ലോഞ്ചിൽ ബെസ്റ്റ് പേയ്മെന്റ് പ്ലാൻസ് ഞാൻ എടുത്തു തരാം. വിൽ യു കൺസിഡർ ദ പ്രോജക്റ്റ്? He immediately said, okay, Jayshankar, tell me more about the project. ഞങ്ങൾ സംസാരിച്ചു തുടങ്ങി. ഇനിഷ്യലി കാര്യങ്ങളൊക്കെ പറഞ്ഞു. He was convinced. Budget was perfectly okay for him. He took the project. ആള് അന്ന് വൈകിട്ട് തന്നെ we just met and we got a check from him. We got a token of advance, like token of interest from him. Booking is done. ഒരു ഞങ്ങളവിടെ പോകുന്നതിന് ഞങ്ങൾ തിരിച്ച് ലൈക്ക് കമ്മിങ് ബാക്ക് ആ ദുബായിൽ നിന്ന് തിരിച്ചു വരുന്നതിന് ഒരു ലാസ്റ്റ് ഡേ സാറിനെ ഒന്നുകൂടെ കാണേണ്ടി വന്നു. ആൻഡ് ദ ബെസ്റ്റ് പാർട്ട് വാസ് ദാറ്റ് ഹി ഗേവ് us another booking also. അപ്പം സത്യം പറഞ്ഞാൽ ഒരാളുടെ കയ്യിൽ നിന്ന് ഈ പറഞ്ഞ പർട്ടിക്കുലർ പ്രോജക്റ്റിലേക്ക് 2 ബുക്കിങ്സ് നമുക്ക് കിട്ടി.
പിന്നീടാണ് ഇതിന്റെ ഒരു ഫെർദർ, കാരണം ഈ റിലേഷൻ ബിൽഡ് ചെയ്ത് വന്നിട്ടാണ് നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ കഥകൾ അറിയുന്നത്. ഹി വാസ് ഓക്കെ വിത്ത് ദ പ്രോജക്ട്. ഇപ്പൊ ഏർലിയർ പ്രോജക്റ്റിലാണെങ്കിലും ആൾ ഓക്കെ ആണ്, ആളുടെ പ്രൊഫൈലിന് ദാറ്റ് വാസ് സൂപ്പർ. പക്ഷേ പ്രശ്നം സംഭവിച്ചത് എന്താണെന്ന്, ഹി വാസ് നോട്ട് ആക്ച്വലി ലുക്കിംഗ് ഫോർ ഹിംസെൽഫ്. അപ്പൊ ഇത് പിന്നീട് ഇതിന്റെ ഒരു എഗ്രിമെന്റ് സ്റ്റേജിലൊക്കെയാണ് നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ഇൻഫർമേഷൻ കിട്ടുന്നത്. കാരണം ആദ്യം ആപ്ലിക്കേഷനൊക്കെ ആളുടെ പേരിൽ തന്നെ എഴുതിയത്, ലെറ്റർ എഗ്രിമെന്റ്സ് ചെയ്യാൻ വന്നപ്പം ഹി ഗിവ്സ് എ ഡിഫറെന്റ് പേഴ്സൺ, വി ആർ സപ്പോസ് ടു ഡു എഗ്രിമെന്റ്സ് ഇൻ സോ ആൻഡ് സോ നെയിം എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യങ്ങൾ അന്വേഷിച്ചപ്പോഴാണ് ഹി ഹാസ് ആക്ച്വലി ബുക്ക് ഫോർ വൺ ഓഫ് ഹിസ് ഫ്രണ്ട്. അതൊരു ലേഡി ആയിരുന്നു. ഇവര് ഒരു ഷുഡ് സേ ഒരു ലൈക്ക് എന്താ പറയുക, ഒരു ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പം ഈ സാറിനൊരു പ്രശ്നം പറ്റിപ്പോയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദിസ് റിലേഷൻ വാസ് ആക്ച്വലി ലൈക്ക് ഒരു സിസ്റ്റർ ബ്രദർ. കാരണം ആളുടെ ഓഫീസിൽ വർക്ക് ചെയ്തിരുന്ന ആയിരുന്നത് കൊണ്ട് ഹി വാസ് അബൌട്ട് ടു ഗെറ്റ് എന്താ പറയുക ടു ടേക്ക് കെയർ ഓഫ് ഹർ. പക്ഷേ ഇറ്റ് വാസ് ക്രിയേറ്റിംഗ് ഇഷ്യൂസ് ഇൻ ദ ഫാമിലി. ഈ ഫാമിലീസിലെ ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പം ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെ ഈ പറഞ്ഞ പർട്ടിക്കുലർ ലേഡിയെ ഇദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യുകയും വേണം. ബട്ട് ഹി വാസ് നോട്ട് ഹാവിങ് അനദർ ഓപ്ഷൻ. സോ ദാറ്റ്സ് വൈ ഹി വാസ് തിങ്കിങ് അബൌട്ട് സംതിങ് ഗെറ്റിംഗ് ലൈക്ക് എന്താണ്, നോട്ട് ഫ്രം ഹിസ് പോക്കറ്റ് ബട്ട് സ്റ്റിൽ ജസ്റ്റ് ഹെൽപ്പിംഗ് ഹിം ടു ഫൈൻഡ് എ റെസിഡൻറ്റ് സോ ദാറ്റ് ഹി വിൽ ഹാവ് എ ലുക്ക് അറൗണ്ട്. കാരണം ആളുടെ ഒരു നോട്ടം എത്തുന്ന അല്ലെങ്കിൽ ആളുടെ ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്ന വിതൗട്ട് ഡിസ്റ്റർബിങ് ദ ഫാമിലി കൺസേൺസ് പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് ആൾ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. ആൻഡ് വൈൽ വി അനൗൺസ്ഡ് അവർ അറൈവൽ അറ്റ് ദുബായ് അറ്റ് ദാറ്റ് ടൈം, ഹി ജസ്റ്റ് തോട്ട് ഓഫ് ആൻ ഐഡിയ. ആൻഡ് ലക്ലി എന്താ ഫസ്റ്റ് പ്രോജക്റ്റ് നടന്നില്ല, ഫസ്റ്റ് അവർ ചിന്തിച്ച പ്രോജക്റ്റ് നടന്നില്ല. ബട്ട് ദ സെക്കൻഡ് പ്രോജക്റ്റ് അറ്റ് ദ റൈറ്റ് ടൈം ഇറ്റ് ഗോട്ട് അനൗൺസ്ഡ് ആൻഡ് ഐ വാസ് ദ വൺ ഇമ്മീഡിയറ്റ്ലി ആളുമായിട്ട് അത് ഡിസ്കസ് ചെയ്യാൻ സാധിച്ചത് കൊണ്ട് വി ഗോട്ട് ദാറ്റ് സെയിൽ ഓൾസോ. പക്ഷെ ഈ സ്റ്റോറിയുടെ ക്രക്സ് ഇവിടെ അല്ല. ബട്ട് വാട്ട് ഐ ഫൗണ്ട് ഔട്ട് ഫ്രം ദിസ് പെർട്ടിക്കുലർ പ്രോജക്ട്, കാരണം ആ ഒരു പ്രോജക്റ്റിന്റെ ഒരു പാറ്റേൺ പോലെ ഒരു ഫോളോയിങ് ഒരു 5 to 6 സെയിൽസ് ഹാപ്പൻഡ് ഇൻ ദ സെയിം വേ ഓർ ദ സെയിം പാറ്റേൺ ഇൻ ദാറ്റ് പെർട്ടിക്കുലർ പ്രോജക്ട്. കാരണം ഒരു 2 ബുക്കിംഗ്സ് അറ്റ് എ ടൈം നടക്കും. ആൻഡ് മോസ്റ്റ്ലി ഇതുപോലൊരു യാതൊരു തരത്തിലും മേ ബി എന്താ പറയേണ്ടത്, ദർ വോണ്ട് ബി എനി ഡയറക്റ്റ് കണക്ഷൻസ് നോട്ടീസ്ഡ്. അങ്ങനെ ഒരു കൺസ്ട്രക്ഷൻ വന്നപ്പോഴാണ് വി ജസ്റ്റ് തോട്ട് ഓഫ് ലൈക്ക് എന്താ പറയുക, എന്താ ഇതിന്റെ സംഭവിക്കുന്നത് എന്നുള്ളതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയത്. അപ്പൊ മോസ്റ്റ്ലി ഇതിപ്പോ പറയാൻ ഇപ്പൊ ഈ ഒരു സെയിലിന്റെ പാറ്റേൺ അനുസരിച്ച് പറയുകയാണെങ്കിൽ there is a situation running down in Kerala. കേരളത്തിൽ മാത്രമല്ല എവിടെയും കാണുമായിരിക്കും. കാരണം ഒരു എന്താ ഒരു പ്രൈവസി വാട്ട് മൈറ്റ് ബി ക്വസ്റ്റ്യൻ ഫോർ മെനി പീപ്പിൾ. ഇപ്പൊ ഇതിലൊരു ഇന്റഗ്രിറ്റി ഉണ്ടോ ജെന്റിൽനെസ് ആണോ എന്നൊക്കെ ചോദിച്ചാൽ എനിക്കറിയില്ല. മൈറ്റ് ബി ഐ ആം റോങ് ഓൾസോ. ബട്ട് if the harmony with a particular thing is disturbed or questioned for on doubt ഇപ്പൊ ഒരു സംശയത്തിന്റെ നിഴലില് നിങ്ങളുടെ ഒരു ക്രെഡിബിലിറ്റിയെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോൾ മോസ്റ്റ്ലി പീപ്പിൾ ഷുഡ് ഹാവ് ഓപ്പർച്യൂണിറ്റീസ് ടു എന്താ പറയുന്നത് ബി ദംസെൽഫ്. നിങ്ങൾക്കായിട്ടൊരു ഇടം, ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യേണ്ടതിന്റെ ആവശ്യം. അതായിരുന്നു ആ ഒരു പ്രോജക്റ്റിന്റെ ഓൾമോസ്റ്റ് എന്താ പറയുക ഒരു 40% മുകളിൽ സെയിൽസ് നടന്നത്. I don't know whether I'm supposed to tell the story. കാരണം ഇതിനകത്തിലെ എന്താ പറയുക ആസ് ആൻ എക്സിക്യൂട്ടീവ് ഓർ ആസ് എ കൺസൾട്ടന്റ് ഒരു പോസിബിലിറ്റി ഡെഫിനറ്റ്ലി ഇങ്ങനെ ഉണ്ട്. കാരണം പീപ്പിൾ ക്യാൻ ഡെഫിനറ്റ്ലി ചൂസ് സം പ്ലേസസ്. കാരണം ഒരു എക്സ്ട്രാ ഒരു റെസിഡൻസ് which you can actually keep your privacy, definitely you can go for. But on what behalf, that's a separate question.